ഒപ്പം തന്നെ മറ്റൊരു സഹമന്ത്രി ജോർജ് കുര്യൻ കഴിഞ്ഞ ദിവസം ബജറ്റ് പ്രഖ്യാപനത്തിൻ്റെ തൊട്ടുപിറകെ കേരളത്തിനൊന്നും ലഭിക്കാത്തതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആദ്യം കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, എങ്കിൽ ഞങ്ങൾ സഹായങ്ങൾ തരാം, വാഗ്ദാനങ്ങൾ തരാം, ബജറ്റിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞ സഹമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്. കേരളം പിന്നാക്കമാണ് എന്ന് പ്രഖ്യാപിച്ചാൽ കൂടുതൽ കേന്ദ്ര സഹായം കിട്ടുമെന്ന പ്രസ്താവന പിൻവലിച്ചിരിക്കുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എന്ന് പറയാറായിട്ടില്ല. അങ്ങനെ പിൻവലിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ജോർജ് കുര്യൻ്റെ പ്രസ്താവന സംസ്ഥാനത്തെ അപമാനിക്കുന്നതാണ്. സംസ്ഥാനത്തെ അവഹേളിച്ച ജോർജ് കുര്യന് ഒരു നിമിഷം പോലും സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല. കേരളം ഉന്നയിച്ച ഒരാവശ്യവും പരിഗണിച്ചില്ല. ഇതൊരു രാഷ്ട്രീയ വിമർശനമായി ഉന്നയിക്കുമ്പോൾ കേരളീയരെ ആകെ അപമാനിക്കുന്ന തരത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. കേരളത്തിൽ നിന്നുള്ള മറ്റൊരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും BJP സംസ്ഥാന നേതൃത്വത്തിനും ഇതേ അഭിപ്രായം തന്നെയാണോ ഉള്ളത് എന്ന് വ്യക്തമാക്കണമെന്നും വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു.